കേരള സംസ്ഥാന അവാർഡ് ആദ്യഘട്ട സ്ക്രീനിംഗ് അവസാനിച്ചു. മികച്ച നടനായുള്ള അന്തിമ പോരാട്ടത്തിൽ ഫഹദ് ഫാസിൽ, മോഹൻലാൽ, ജയസൂര്യ എന്നിവരിൽ എത്തി നിൽക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. ഞാൻ പ്രകാശൻ, വരത്തൻ, കാർബൺ എന്നീ ചിത്രങ്ങളുടെ പ്രകടനത്തിനാണ് ഫഹദ് ഫാസിൽ എത്തി നിൽക്കുന്നത്. ഒടിയൻ, കായംകുളം കൊച്ചുണ്ണി എന്നീ സിനിമകളുടെ അഭിനയത്തിന് മോഹൻലാലും, ഞാൻ മേരിക്കുട്ടി, ക്യാപ്റ്റൻ എന്നീ സിനിമകളുടെ അഭിനയത്തിന് ജയസൂര്യയും മത്സരത്തിലുണ്ട്. ഇവർ തമ്മിലുള്ള മത്സരം കടുക്കുകയാണ്. ഫഹദ് ഫാസിലിന്റെ 3 കഥാപാത്രങ്ങളും 3 ധ്രുവങ്ങളിലുള്ളതാണെന്നും ഞാൻ പ്രകാശനിലെ സ്വാഭാവിക അഭിനയം വാക്കുകൾക്ക് അതീതമാണെന്നും ജൂറി മെമ്പർ അഭിപ്രായപ്പെട്ടു. 35-കാരനായും 65-കാരനായും ഉള്ള ഒടിയൻ മാണിക്കനായുള്ള മോഹൻലാലിന്റെ പ്രകടനം സമാനതകളില്ലാത്തതാണെന്നും കായംകുളം കൊച്ചുണ്ണിയിലെ ഇത്തിക്കര പക്കിയായുള്ള മോഹൻലാലിന്റെ സൂക്ഷ്മാഭിനയവും ചേഷ്ടകളും അത്ഭുതപ്പെടുത്തിയെന്നും ജൂറി മെമ്പേഴ്സ് അഭിപ്രായപ്പെട്ടു. ട്രാൻസ്ജെൻഡറായി ഞാൻ മേരിക്കുട്ടിയിലെ ജയസൂര്യ പുറത്തെടുത്ത പ്രകടനം അതിഗംഭീരമാണെന്നും കഥാപാത്രമാകാൻ ജയസൂര്യ നടത്തിയ ശാരീരികവും മാനസികവുമായുള്ള തയ്യാറെടുപ്പുകൾ പ്രശംസനീയം ആണെന്നും ജൂറി അഭിപ്രായപ്പെട്ടു. വി.പി. സത്യനായുള്ള ക്യാപ്റ്റനിലെ ജയസൂര്യയുടെ പ്രകടനവും മികച്ചതായിരുന്നുവെന്നും ജൂറി പറയുന്നു. ഇനി ഇവരിൽ ആർക്ക് പുരസ്കാരം നൽകണം എന്നാണ് ജൂറി അംഗങ്ങൾ ഉറ്റുനോക്കുന്നത്. അതിനായുള്ള തയ്യാറെടുപ്പിലാണ് അവർ.